ഹായ് എവ്രി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അഗെയിൻ നമ്മൾ ട്രിവാൻഡ്രത്തു നിന്ന് കോഴിക്കോട്ടേക്ക് ട്രെയിൻ കയറാൻ പോവുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം അർജുൻ്റെ കല്യാണത്തിന് പോയ പോലെ ഇപ്രാവശ്യം നമ്മൾ സുനിയുടെ കല്യാണത്തിനാണ് പോണത്. ആൻഡ് ദിസ് വാസ് മൈ ഡിന്നർ. ഒന്നുമില്ല, ഇറ്റ് വാസ് ജസ്റ്റ് സം ലെഫ്റ്റ് ഓവർ റൈസ് വിത്ത് പയർ പുഴുങ്ങിയത് ആൻഡ് സ്വീറ്റ് പൊട്ടാറ്റോ ഫ്രൈ ആൻഡ് സം അച്ചാർ. ഞാൻ മാംഗ്ലൂർ എക്സ്പ്രസ്സിനാണ് പോയത്. 8:45 പേട്ടയിൽ നിന്ന് കയറി. ഐ വാസ് സോ ടയേർഡ് ആൻഡ് ഉറങ്ങി എണീറ്റപ്പം ഈ വ്യൂ ആയിരിക്കും കിട്ടിയത്. ബട്ട് ഇൻ ബിറ്റ്വീൻ ട്രെയിനിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നിരുന്നു കേട്ടോ. സുനിയുടെ കല്യാണം സൺഡേ ആണെങ്കിലും തലേ ദിവസം സാറ്റർഡേ ആണ് എല്ലാവരും കൂടെ പോകാൻ പ്ലാൻ ചെയ്തത്. ദാറ്റ്സ് ബിക്കോസ് ഓഫ് നമുക്ക് കോഴിക്കോട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്, മെയിൻലി കോഴിക്കോടത്തെ ഫുഡ് കഴിക്കാൻ. ഞാൻ ഫുൾ ഐറ്റിനറി ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചു, എവിടെ നിന്ന് എന്തൊക്കെ കഴിക്കണം എന്ന്. പക്ഷെ നമ്മൾ ആരും ഓർത്തില്ല, അന്നത്തെ ദിവസം പെരുന്നാളായിരുന്നു. അതുകൊണ്ട് ഒരൊറ്റ കടയും തുറക്കുണ്ടായില്ല. KBCയിൽ കഴിഞ്ഞ പ്രാവശ്യം പോയതുകൊണ്ട് എനിക്ക് നദി മന്തി കഴിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് നദി മന്തിയിൽ ആദ്യം വിളിച്ചു, അത് കഴിഞ്ഞൊരു KBCയിൽ വിളിച്ചു. രണ്ടിടത്തും അന്ന് ഹോളിഡേ ആയിരുന്നു, 4 ഡേയ്സിലേക്ക് ഹോളിഡേ ആയിരുന്നു. പിന്നെ ഉള്ളത് റഹ്മത്താണ്. റഹ്മത്തിലാണെങ്കിൽ ടേക്ക് അവേ അവൈലബിൾ ആണെന്ന് പറഞ്ഞു. റഹ്മത്ത് ബിരിയാണിയും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ട്രൈ ചെയ്തിരുന്നു കേട്ടോ. പക്ഷെ കുഴപ്പമില്ല, എന്തെങ്കിലും ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് സെറ്റായി. ഞാനൊരു 6 മണിയൊക്കെ ആയപ്പോൾ കൊയിലാണ്ടി എത്തി. ആൻഡ് സേട്ടൻ ആണ് എന്നെ പിക്ക് ചെയ്യാൻ വരുന്നത് ആസ് യൂഷ്വൽ. കൊയിലാണ്ടി ടൗണിലും നിങ്ങൾക്ക് കാണാം, ഒരു കട പോലും തുറന്നിട്ടില്ല. കുറച്ച് ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു ആ സമയത്ത്. പക്ഷെ കുഴപ്പമില്ല, ചേട്ടൻ്റെ വീടെത്തി. ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞില്ല അവിടെ ഒരാൾ കൂടി ഉണ്ടായിരുന്നു എന്ന്. പയ്യിൽ തലേന്നേ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ദൈലി വന്നു ഫ്രം ബാംഗ്ലൂർ. പുറത്ത് കടയൊന്നും ഇല്ലെങ്കിലും അത്ര ഡിസപ്പോയിൻറ്റഡ് ആവേണ്ട കാര്യമൊന്നുമില്ല. ബിക്കോസ് ചേട്ടൻ്റെ അമ്മയുടെ നല്ല കിട്ടിലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. ആരെങ്കിലും നല്ല പഴുത്ത മാങ്ങയും പുട്ടും കൂടി കഴിച്ചിട്ടുണ്ടോ? ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്തത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതാണ് ചേട്ടൻ്റെ അനിയൻ അച്ചു. ഇനി ബാക്കി കൊച്ചിയിൽ നിന്ന് രാവിലെ കയറിയവരൊക്കെ ഉച്ചയാകുമ്പോൾ കോഴിക്കോട് എത്തും എന്നുണ്ടായിരുന്നു. അവർ വന്ദേ ഭാരതിനാണ് വരുന്നത്. അപ്പം അവരെ പിക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ 2 കാറിലായിട്ട് പോവാം. ഞാനും പൈലിയും ഒരു കാറിൽ, ചേട്ടനും വലിയും വേറെ കാറിൽ. നമ്മളിതാ മോമോനെയും സന്ദീപിനെയും കണ്ടു. അങ്ങനെ എല്ലാവരെയും നമ്മൾ ഇവിടെ വെച്ചിട്ടാട്ടോ മീറ്റ് ചെയ്തത്. ബാക്കി എല്ലാവരും മറ്റേ കാറിൽ കയറി ചേട്ടൻ്റെ കൂടെ. ഗൂഗിളിൽ നോക്കി അവിടെ അടുത്ത് ഓപ്പൺ ആയിട്ടുള്ളൊരു കട മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ദ ഷാപ്പ് റെസ്റ്റോറൻറ്റ്. നമ്മളെല്ലാവരും അങ്ങോട്ട് ലഞ്ച് കഴിക്കാൻ പോയി. നല്ല കിടിലൻ ആംബിയൻസ് ആയിരുന്നു കേട്ടോ അവിടെ. വന്ന് കയറി എൻ്റെ കൈ തൊട്ടി ഒരു ഗ്ലാസും പൊട്ടി. അതവർ ക്ലീൻ ചെയ്ത് തന്നു കേട്ടോ. എന്തൊക്കെയാണ് ഓർഡർ ചെയ്തതെന്ന് ഞാൻ മറന്നുപോയി കേട്ടോ. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ജസ്റ്റ് ഇറങ്ങിയതേ ഉള്ളതുകൊണ്ട് എനിക്ക് വിശന്നുമില്ല, ഞാൻ കഴിച്ചുമില്ല. ഞാൻ വെയിറ്റ് ചെയ്തിരുന്നത് ഇത് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഉപ്പിലിട്ടിട്ട് കഴിച്ചിട്ട് എനിക്ക് ഇഷ്ടമായൊരു സാധനം ഉണ്ടായിരുന്നു, അതവിടെ ഇല്ലായിരുന്നു, സീസണില്ലാത്തതുകൊണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇതേ സമയത്ത് പോയിട്ട് തറ പോലും കാണാൻ പറ്റാത്തത്ര തിരക്കായിരുന്നു മിഠായി തെരുവിൽ. പക്ഷേ ഇതായിരുന്നു ഇപ്രാവശ്യത്തെ അവസ്ഥ. പക്ഷെ 1-2 ഷോപ്സൊക്കെ അവൈലബിൾ ആയിരുന്നു കേട്ടോ. മോമോ ഒരു ഉടുപ്പൊക്കെ വാങ്ങിച്ചു തുടങ്ങും.
പിന്നെ നമ്മൾ ചേട്ടൻ ഈ ഒരു ഫേമസ് പാൽ സർബത്ത് കിട്ടുന്നൊരു കടയിൽ കൊണ്ടുവന്നു. നല്ല രസമുണ്ടായിരുന്നു പുള്ളിക്കാരൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കാണാൻ. പിന്നെ അവിടെ ഭയങ്കര തിരക്കുണ്ടായിരുന്നു, കുറേ കസ്റ്റമേഴ്സ് വരുന്നുണ്ടായിരുന്നു, ഈവൻ ഇഫ് പെരുന്നാളായിട്ട് പോലും. കാണുമ്പോൾ ഒന്നും തോന്നില്ലെങ്കിലും നല്ല ഹൈജീനിക് ആയിട്ടാട്ടോ അവിടെ എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. കൊള്ളായിരുന്നു ശരിക്കും, നല്ല രസമുണ്ടായിരുന്നു. നല്ല സിമ്പിളായിട്ട് ഉള്ളൊരു ഡ്രിങ്ക്, പ്രത്യേകിച്ച് ഈ ചൂടത്ത് കുടിക്കാൻ. പിന്നെ ഈ ഒരു പച്ച കളറിലൊരു വെള്ളം, അത് ശരിക്കും കാന്താരി എന്തോ സാധനമാണ്, കൊള്ളായിരുന്നു അത്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ കൊയിലാണ്ടിക്ക് തിരിച്ചു പോവാൻ. ഇനി റെഡിയായിട്ട് വേണം സുനിയുടെ കല്യാണത്തിന് പോവാൻ. ഞാനും സന്ദീപും കൂടെ കണ്ണൂർ കോക്ടെയിൽ നമുക്ക് കോഴിക്കോട് നിന്ന് കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ തപ്പുക. അപ്പോൾ വരുന്ന വഴിക്കൊരു സ്പോട്ട് ഉണ്ടായിരുന്നു. നമ്മളവിടെ ചെന്നപ്പോൾ ഒരു വീട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, നമുക്ക് വഴി തെറ്റി. പിന്നെ നമ്മൾ ഗൂഗിളിൽ നമ്പറൊക്കെ എടുത്ത് ഓണറിനെ വിളിച്ചു. ഓണർ വേറൊരു സ്ഥലം പറഞ്ഞു വന്നു. നമ്മൾ തിരിച്ച് കുറച്ചുകൂടെ മൂവായിട്ട് ആ സ്ഥലം തപ്പി വരിക കേട്ടോ. കണ്ണൂർ കോക്ടെയിൽ അന്ന് കണ്ണൂരിൽ നിന്ന് കുടിച്ചപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനമാണ്. ഈവൻ ഇഫ് ഞാൻ സ്വീറ്റ് പേഴ്സൺ അല്ലാഞ്ഞിട്ട് കൂടെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായ സ്ഥിതിക്ക് അത് സൂപ്പറായിരിക്കും. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ചേട്ടൻ്റെ വീട്ടിൽ വന്ന് വേഗം റെഡിയായി സുനിയുടെ വീട്ടിൽ പോകാൻ. എവിടെ പോയാലും ഓവർ ഡ്രസ്സായിട്ട്, അതായത് ഒരു ഡ്രസ്സ് എടുക്കേണ്ട സ്ഥലത്ത് 3 ഡ്രസ്സ് എടുത്തിട്ട് പോകുന്ന ഞാൻ അന്ന് സുനിയുടെ കല്യാണത്തിൻ്റെ തലേ ദിവസം ഇടാൻ ഡ്രസ്സ് എടുത്തില്ല. എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ഞാനങ്ങനെ ചെയ്തതെന്ന്.
പിന്നെ മോമോ മിഠായി തെരുവെന്ന് വാങ്ങിച്ച ആ ഡ്രസ്സ് എടുത്തിട്ടിട്ട് റെഡിയായി പോയി. സുനിയുടെ വീട്ടിൽ വന്നു. ഇതാ ഫുഡ് കഴിക്കാൻ, നെയ്ച്ചോറും ചിക്കൻ കറിയും. അന്ന് അർജുൻ്റെ കല്യാണത്തിനും തലേ ദിവസം ഇത് തന്നെയായിരുന്നു. എനിക്ക് തോന്നുന്നുണ്ട് അവിടെയൊക്കെ അങ്ങനെ ആയിരിക്കും. ശരിക്കും ഒരു കല്യാണ വൈബ്, നല്ല രസമുണ്ടായിരുന്നു, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. അത് പിന്നെ പറയണ്ടല്ലോ, കോഴിക്കോടല്ലേ. ഇതാണ് സുനി. ശരിക്കും ആ വെഡ്ഡിങ് ഈവിന് അവർ പേരിട്ടത് മുന്തിരി കല്യാണം എന്നായിരുന്നു. അതായത് മുന്തിരി കളറുള്ള ഡ്രസ്സ് ഇട്ടിട്ടുള്ളൂ. അത് അവൻ നമ്മുടെ അടുത്ത് പറഞ്ഞൊന്നുമില്ല കേട്ടോ. പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ഡ്രസ്സ് ഇട്ടാണ്. സേട്ടൻ്റെ അടുത്താണ് പറഞ്ഞത് ഫുള്ള്. സേട്ടനാണെങ്കിൽ ആരുടെ അടുത്തും പറഞ്ഞുമില്ല. നല്ല രസമുണ്ടായിരുന്നു എല്ലാവരും ആ ഒരു കളറിൽ. അവൻ്റെ ഫുൾ ഫാമിലി ഫ്രണ്ട്സൊക്കെ ആ ഒരു കളറിൽ. നമ്മളപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് ബീച്ചിലോട്ട് പോവുക. കോഴിക്കോട് ബീച്ച് അടുത്തൊന്നുമില്ല, അവിടെ നിന്നൊരു 1 hour ട്രാവലിംഗ് ഉണ്ട്. എന്നിട്ട് തിരിച്ച് ഒരു ½ hour ട്രാവൽ ചെയ്തിട്ട് വേണം സേട്ടൻ്റെ വീട്ടിൽ പോകാൻ. അവിടെ നിന്ന് ബാഗൊക്കെ എടുത്തിട്ട് വേണം സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് പോകാൻ. ഇത് അവിടെ നിന്ന് കിട്ടിയ ഒരു ടൈപ്പ് മിഠായി ആട്ടോ. നമ്മൾ പഴയ പുളിമിഠായി തന്നെയാണ്, പക്ഷേ വേറൊരു പാക്കേജിങ്ങിൽ, വേറൊരു ടേസ്റ്റിൽ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മളുടെ ഇവിടെയൊക്കെ പുളിമിഠായി കിട്ടുന്നുണ്ട്, പക്ഷെ പഴയ ഒരു നൈസ് ടേസ്റ്റ് കിട്ടാറില്ല പലപ്പോഴും. ഇത് പക്ഷേ കിടിലൻ സാധനമായിരുന്നു. ഞാനതൊരു മാല പോലെ കുറേ വാങ്ങിച്ചായിരുന്നു, പക്ഷേ കാറിലിരുന്ന് തന്നെ ഞാൻ തീർത്തു. നമ്മളിതാ കോഴിക്കോട് ബീച്ച് എത്തി. കോളേഴ്സിന് ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കാൻ ഭയങ്കര ഇഷ്ടമായി. എവിടെ പോയാലും എത്ര വേണേലും നിന്ന് തന്നോളും. നമ്മൾ സെറ്റിങ്സൊക്കെ കറക്റ്റ് ചെയ്തിട്ട് നല്ല കിടില ഫോട്ടോ എടുത്ത് കൊടുത്താൽ മതി. പക്ഷെ മിക്കവാറും എന്നെ കൊണ്ട് നടക്കാറില്ല. പക്ഷേ ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുത്ത് നല്ല എസ്തറ്റിക് വൈബില്ലേ. അപ്പോഴത്തേക്ക് എൻ്റെ ഫോണൊക്കെ ചത്തിരുന്നു. പിന്നെ നമ്മൾ തിരിച്ച് റൂമിൽ വന്നു, കുറേ വിശേഷങ്ങൾ പറഞ്ഞു, കിടന്നുറങ്ങി. ഇതാ രാവിലെ എണീറ്റ് കല്യാണത്തിന് പോകാൻ റെഡിയായി. കഴിഞ്ഞ പ്രാവശ്യം കോഴിക്കോട് പോയപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടോ, ഞാനൊരു ചുരിദാർ അവിടെ നിന്ന് വാങ്ങിച്ചിരുന്നു. അന്ന് സുനിയുടെ സൈഡിൻ്റെ കൂടെ പോയാൽ വാങ്ങിച്ചത്. ആ ചുരിദാറാണ് ഞാൻ ഇട്ടേക്കുന്നത്. പിന്നെ ഈ ഒരു കല്യാണം എനിക്ക് കുറച്ച് സ്പെഷ്യലായിരുന്നു കേട്ടോ. എൻ്റെ കല്യാണത്തിന് മുന്നേ ഞാൻ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ലാസ്റ്റ് വെഡ്ഡിങ് ആയിരിക്കും സുനിയുടെ വെഡ്ഡിങ്. അപ്പോൾ ആ കൊട്ടും മേളവും ബഹളവും അതൊക്കെ കണ്ടപ്പോഴത്തേനും ഒരുമാതിരി ഒരു ഫീല് വന്നായിരുന്നു. ആൻഡ് ഐ വാസ് എക്സൈറ്റഡ്. കല്യാണമൊക്കെ കഴിഞ്ഞ് ഈവനിങ് ആയപ്പോൾ നമ്മൾ തിരിച്ച് ചേട്ടൻ്റെ വീട്ടിലോട്ട് വന്നു. അവിടെ കുറച്ച് റെസ്റ്റ് എടുത്ത് കഴിഞ്ഞപ്പോഴത്തേനും ഓരോരുത്തരെ പോവുക. അർജു പോവുക, മോമോ, അന്നു, എലി, സന്ദീപ്, ഗൂഗിള് അവരും പോവുക.
പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ജിബിനും കിരണും കൂടെ വന്നു കേട്ടോ നമുക്ക് റിസപ്ഷന് പോകാൻ. എനിക്ക് ആക്ച്വലി ട്രെയിൻ കിട്ടിയില്ല, തത്കാലം എടുക്കാനും കിട്ടിയില്ല. അപ്പം ഞാൻ നൈറ്റിലേക്ക് ബസ് ബുക്ക് ചെയ്തു കോഴിക്കോട് നിന്ന് ട്രിവാൻഡ്രത്തോട്ട്. അപ്പോൾ എനിക്ക് എന്തായാലും നൈറ്റേ ഉള്ളൂ ട്രെയിൻ. അപ്പോൾ നമ്മൾ റിസപ്ഷൻ ഇവരുടെ കൂടെ പോകാൻ പ്ലാൻ ചെയ്തു. ആൻഡ് ഇതാണ് റിസപ്ഷൻ്റെ ഏരിയ. നല്ല ഭംഗിയില്ല ബിൽഡിംഗ് കാണാൻ, ഗ്ലാസ് ബിൽഡിംഗ് ആണ്, അതിൽ ഫുള്ള് ചെടിയൊക്കെ വളർത്തിയിട്ട് ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ ഫോട്ടോ എടുക്കണതിൻ്റെ തിരക്കിൽ സുനിയുടെയും കുട്ടിയുടെയും ഫോട്ടോ എടുക്കാൻ മറന്നുപോയി. പിന്നെ നമ്മൾ നേരെ പോയത് ഇത് കഴിക്കാൻ. എൻ്റെ മോനെ കിടിലം ബിരിയാണി. എനിക്കറിയില്ല ഞാൻ എന്തോരം ഫുഡ് അവിടെ നിന്ന് കഴിച്ചു എന്ന്, ആവശ്യത്തിലധികം കഴിച്ചു. പിന്നെ നമ്മൾ സേട്ടൻ്റെ വീടിൻ്റെ അവിടെ ഒരു കുളമുണ്ട്, ഞങ്ങൾ പണ്ട് വന്നപ്പോഴത്തേനും വന്നിട്ടുണ്ടായി. അപ്പോൾ അങ്ങോട്ടേക്ക് പോയി. അവിടെ ഇളനീർ ഷേക്ക് ഒരു ഫേമസ് കടയുണ്ട്, അവിടെ നിന്ന് കുടിച്ചിരുന്നു പണ്ട് ഒരു 2 years ബാക്ക്. പക്ഷെ അതിപ്പോൾ ക്ലോസ്ഡാ. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഇവിടെ വന്നു, കുറേ സംസാരിച്ചു, കുറേ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ രാത്രിയായപ്പോൾ പൈലിയും ജിബിനും കിരണും പോയി. അവർ കോഴിക്കോട് തന്നെയാണ് സ്റ്റേ. അങ്ങോട്ടേക്ക് പോവാം. നെക്സ്റ്റ് ഡേ എല്ലാവർക്കും ഓഫീസിൽ പോകണം, വർക്ക് ഉണ്ട്. അപ്പം അവരും ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞതാ ഇറങ്ങി. അങ്ങനെ ഞാനും കോളൂസും മാത്രം ബാക്കിയായി. കോളൂസിന് നൈറ്റാണ് ബസ് കോയമ്പത്തൂർക്ക്. അടുത്തത് എൻ്റെ ടേണായി. എന്നെ കോഴിക്കോട് നിന്ന് ട്രിവാൻഡ്രത്തോട്ട് ബസ് കയറ്റി വിടാൻ വേണ്ടി കോഴിക്കോട്ടേക്ക് പോവുക. ഇതാണ് എൻ്റെ ബസ്. ലഗേജൊക്കെ വച്ചു. നമ്മൾ ലാസ്റ്റാണ് എത്തിയത്. ബസ് ജസ്റ്റ് എടുക്കാറായായിരുന്നു. അങ്ങനെ ടാറ്റയൊക്കെ പറഞ്ഞ് കുറച്ച് വിഷമമായി കേട്ടോ. പെട്ടെന്ന് ടൈം കഴിഞ്ഞ പോലെ തോന്നി. ബസ് രാവിലെ 6 മണിക്ക് എത്തും എന്നാണ് പറഞ്ഞത്. പക്ഷേ ബ്ലോക്കൊക്കെ കഴിഞ്ഞ് 10 ആയപ്പോഴാണ് എത്തിയത്. ബ്ലോക്ക് ആയതുകൊണ്ട് ഇവർ ഹൈവേ കൂടി തന്നെയാണ് പോയത്. അതുകൊണ്ട് എനിക്ക് ഫ്ലാറ്റിൻ്റെ അവിടെ ഇറങ്ങാൻ പറ്റി. അങ്ങനെ ഫ്ലാറ്റ് എത്തി. ഞാൻ പിന്നെയും കിടന്ന് ഉറങ്ങി. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ബൈ. ഇഫ് യു ഗൈസ് ലൈക്ക് മൈ വീഡിയോ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.